ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടെന്നിയച്ചൻ സ്ഥലം മാറിപ്പോകുന്നു എന്ന് നമുക്കറിയാം. അച്ഛൻ എന്നെ ഓർമ്മിപ്പിച്ചതുപോലെ ഷമ്മാശനായിരുന്ന കാലം മുതൽ 23 വർഷക്കാലം അച്ഛൻ കല്യാൺ രൂപതയിൽ സേവനം ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് കല്യാൺ രൂപതയ്ക്ക് ടെന്നിയച്ചനെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അച്ഛൻ സ്ഥലം മാറി പോകുമ്പോഴും കല്യാൺ രൂപതയുടെ തന്നെ ഭാഗമായ CMI ചാവറ മിഷനിലേക്ക് അച്ഛൻ പോകുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ്റെ സംസാരം, അച്ഛൻ്റെ പെരുമാറ്റം, അത് ഏറ്റവും പേഴ്സണൽ, ലവിങ് ആൻഡ് പ്ലീസിങ്, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതോടൊപ്പം തന്നെ അച്ഛനെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ ഏറ്റവും വിശ്വസ്തമായിട്ടും ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ് ടെന്നിയച്ചനുണ്ട്. അച്ഛൻ പുതുതായിട്ട് പോകുന്ന സ്ഥലത്ത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിജയകരമായി തീരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് അച്ഛനെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലവനായ ദൈവം അച്ഛനെയും നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ടെന്നിയച്ചൻ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഉത്തരവാദിത്വം സഭയിൽ കല്യാൺ രൂപതയിൽ നിർവഹിച്ച ആളാണ്. കടിച്ചീനിയച്ചൻ തുടങ്ങിയിട്ടുള്ള വന്യവയോധികരുടെ, ബെന്നിയച്ചൻ തുടങ്ങിയിട്ടുള്ള ചൊറുചുറുക്കുള്ള യുവ വൈദികരുടെ ഒക്കെ പിൻഗാമിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഇടവകയെയും സ്കൂളിനെയും ഒക്കെ നയിച്ചു പോയൊരച്ഛനാണ്. അച്ഛനിൽ ഞാൻ 3 വിശേഷണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു കൂട്ടായ്മയുടെ മനുഷ്യനാണ്. വൈദികരുടെ മീറ്റിങ്ങിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അച്ഛൻ അവിടെ ഉണ്ട്, നിറസാന്നിധ്യമായി. അച്ഛൻ്റെ ചിന്തകൾ അച്ഛൻ പങ്കുവയ്ക്കും, പറയാനുള്ള അഭിപ്രായങ്ങൾ വളരെ സൗമ്യമായിട്ട് പറയുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം ഒരു ഹാപ്പി പ്രീസ്റ്റ്. 23 വർഷം ബോംബെയിൽ സെമിനാരിക്കാരനായി, പിന്നീട് അസിസ്റ്റൻ്റായി, ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഡീൽ ചെയ്യാറുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനെ. അതുകൊണ്ട് തന്നെ അച്ഛനോടുള്ള രൂപതയുടെ അടുപ്പവും അച്ഛൻ രൂപതയോടുള്ള അടുപ്പവും വളരെ ഊഷ്മളമാണ്, ഹൃദ്യമാണ്, സന്തോഷം നൽകുന്നതാണ്. മൂന്നാമത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം നല്ലൊരു ലീഡറാണ്. നമ്മുടെ രൂപതയുടെ സന്യസ്തരടങ്ങുന്ന CRI കല്യാണിൻ്റെ പ്രസിഡൻ്റായി ഏതാനും വർഷങ്ങൾ അച്ഛൻ ചെലവഴിച്ചു. അച്ഛൻ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ വിഭാവനം ചെയ്യൽ, അത് എക്സിക്യൂട്ട് ചെയ്യൽ, അത് വളരെ മെട്രിക്കുലസ് ആയിട്ട് ചെയ്യാനായിട്ട് അച്ഛൻ സാധിക്കും. നല്ലൊരു ലീഡർഷിപ്പ് അച്ഛനിലുണ്ട്. അച്ഛൻ നമ്മുടെ രൂപതയിൽ നിന്ന് മാറി ഇപ്പോൾ മിഷനിലേക്ക് പോവുകയാണ്. അച്ഛൻ്റെ സേവനത്തിൻ്റെ ആ വലുപ്പവും ആഴവും ഒക്കെ കണ്ട നമുക്ക് തീർച്ചയായിട്ടും അറിയാം അച്ഛൻ എവിടെ പോയാലും ഏറ്റവും മനോഹരമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. കല്യാൺ രൂപതയുടെ ഒരു ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പോകുമ്പോൾ അച്ഛനെ നമുക്ക് മിസ്സാവും. പക്ഷേ അച്ഛൻ്റെ കാര്യക്ഷമതയും കഴിവുകളും പുതിയ സ്ഥലത്ത് ഏറ്റവും മനോഹരമായിട്ട് പ്രയോഗിക്കാൻ സാധിക്കട്ടെ. അച്ഛന് എല്ലാ വിജയങ്ങളും ഭാവുകങ്ങളും ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് പ്രാർത്ഥനയും ഏറ്റവും സന്തോഷപൂർവ്വം നേരുകയാണ്. കല്യാൺ രൂപത എന്നും അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛാ, താങ്ക് യു സോ മച്ച്. Loving greetings from Devamada Provincial House, Thrissur. Father Tenny, who has been more than 20 years in Mumbai. As a scholastic, he came to Mumbai to study theology. But after his ordination, he was a very much wanted person in St. George School, Malad, Mumbai. He worked hard. He has a special passion for St. George School, Malad. For past years, he was a principal there. But he organized everything. He made all the arrangements to grow new heights of St. George's School, Malad. I know
it is a little bit difficult moment for him to go to another place and to work in another place. But I hope he will do wonderful things in a new place for his new assignment. I wish you all the blessings and I wish you all the success for Father Tenny for his new assignment. May God bless you. Thank you. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട ടെന്നിയച്ച, ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ അച്ഛനെ ഓർക്കുന്നു. ഒരു നല്ല ഇടയൻ, നന്മയുടെ ഒരു മരം, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അനുഗ്രഹം, അപരർക്ക് തണലേകുന്ന തണൽ മരം, പ്രവാചകൻ എന്ന് കൂട്ടി വിളിക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തി, ദൈവവചനത്താൽ അലങ്കൃതമായ ജീവിതം, എല്ലാവരുടെയും മനസ്സിൽ, ഹൃദയങ്ങളിൽ സ്ഥലം പിടിക്കപ്പെട്ട നമ്മുടെ ടെന്നിച്ചൻ. ടെന്നിച്ച ഒത്തിരി സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ കഴിഞ്ഞ 23 വർഷത്തെ സേവനം ഞങ്ങൾ അനുസ്മരിക്കുന്നു. CMI സഭയ്ക്കും കല്യാൺ രൂപതയ്ക്കും ചാവറ റീജിയനും പ്രത്യേകമായിട്ട് അച്ഛൻ്റെ പേരിൽ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കട്ടെ. അച്ഛൻ ഈ ഇടവകയ്ക്കും സമൂഹത്തിനും ദൈവജനത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സേവനത്തിനും നന്ദിയോടെ അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. അച്ഛന് എല്ലാവിധ ഭാവങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. നന്ദി. കല്യാൺ രൂപതയിലെ മലാടി ഈസ്റ്റ് ദേവാലയത്തിലും അവിടുത്തെ സ്കൂളിലും കഴിഞ്ഞ 23 വർഷത്തെ സേവനം പൂർത്തിയാക്കി നമ്മുടെ പ്രിയപ്പെട്ട ടെന്നിയച്ചൻ കല്യാൺ രൂപതയിലെ തന്നെ CMI മിഷനിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ അച്ഛൻ കാഴ്ചവെച്ച എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ സേവനങ്ങൾക്കും ഈ ഫൊറോനയുടെ പേരിൽ അകമഴി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ ഏറ്റെടുക്കാൻ പോകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും ദൈവം സമൃദ്ധമായിട്ട് കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ നല്ല സുഹൃത്തും സംഘാടകനും ധ്യാനഗുരുവുമായിരുന്നു. ഇനിയും തുടർന്നുള്ള ജീവിതത്തിൽ അച്ഛന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രവർത്തന മേഖലകളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Dear loving Father Tenny Parake CMI, on this day of your farewell, we the Charity family lift our hearts to God Almighty and invoke God's blessings upon you. I take this opportunity to express my heartfelt thanks to Reverend Father Tenny Parake CMI for the great works you have done in St. George School. As a very sincere and dutiful principal in the school, parish priest in the parish, and a very good missionary in the diocese. Thanks a lot for the personal relationships and good friendships. May the Lord continue to bless you and the people whom you serve with His choicest blessings. With prayerful wishes, I remain. Thank you, Father Tenny. മനസ്സിൽ നിറയുന്ന വലിയ നന്ദി നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അറിയിക്കുന്നു. CMI CSC സന്യാസ സമൂഹങ്ങളുടെ സംയോജിത വിദ്യാഭ്യാസ അജപാലന ശുശ്രൂഷകളിൽ പങ്കുചേരാൻ, അത് നോക്കിക്കാണാൻ അവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നീണ്ട 23 വത്സരങ്ങളിലെ വേറിട്ട വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ പ്രാഭവത്തെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു. സന്യാസ പൗരോഹിത്യത്തിൻ്റെ നിയോഗശുദ്ധിയും കർമ്മകുശലതയും കൈമോശം വരാത്ത പുരോഹിതൻ, പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ ഒരുക്കുന്ന ക്രിസ്തു ശിഷ്യൻ, സാധ്യതകളെ സാക്ഷാത്കരിക്കുന്ന ക്രാന്തദർശി,
മനുഷ്യത്വത്തോടെ ഏവരോടും ഇടപെടുന്ന സുഹൃത്ത് ബന്ധങ്ങളുടെ സൂക്ഷിപ്പുകാരൻ. ലാളിത്യമാർന്ന ജീവിതശൈലികളും അധ്വാനത്തിൻ്റെ ആനന്ദവുമുള്ള സാധാരണക്കാരൻ. ആരെയും പിണക്കാതെ പരമാർത്ഥം പറയുന്ന നേരിൻ്റെ മനുഷ്യൻ. അപരനിലെ നന്മയെ വളർത്താൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹ്യ സ്നേഹി. വിജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ തേടാൻ പ്രചോദനമേകുന്ന ഗുരുമനസ്സുള്ളവൻ. നന്ദി എന്ന രണ്ടക്ഷരം വിളിക്കാൻ ആളുകൾ എങ്കിലും ആശംസിക്കാനുള്ളത് ഇതാണ്: യാത്ര തുടരുക പുതിയ ഇടങ്ങളിലേക്ക്, ശേഷിക്കുന്ന പുതിയ നിയോഗങ്ങളിലേക്ക്. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. Greetings from Palana Institute of Medical Sciences, Palakkad. My name is Father Walter Thalapilli, CMI. I came to know that Father Tenny Parakya, CMI, is leaving St. George School, Kura Village, Malad. Father Tenny was the principal of St. George School, Malad. For a long time, he tried his level best to uplift St. George School to the highest level. During his time, I personally know that he worked really hard to improve the quality of education in St. George School. He personally knew all the names of the staff, most of the name of the students. He knew the parents, and he brought out a family spirit in St. George School. He found out the special qualities of the students and gave them a chance to develop their qualities. In short, for the last some years, Father Tenny worked day and night to giving an holistic education at St. George School, Malad. Friends, I take this opportunity to congratulate Father Tenny for giving his time, energy, and all the efforts he gave to St. George. Now, St. George is known as one of the best schools in Mumbai. I wish him all the best. Wherever he goes, he will shine like a star. Father Tenny, may God bless you abundantly. Thank you. തൻ്റെ 23 വർഷത്തെ നീണ്ട സേവനങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട ടെന്നി അച്ഛൻ മലാഡിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ മലാഡിലുള്ള ബോംബെയിലുള്ള ടെന്നി അച്ഛൻ്റെ എല്ലാ സേവനങ്ങളും സ്നേഹങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. ഈ മലാഡിൻ്റെ ഇവിടുത്തെ സെയിൻറ്റ് ജോർജ് സ്കൂളിൻ്റെ സെൻറ്റ് മേരീസ് ഇടവകയുടെ ഹൃദയത്തിലാണ് ടെന്നി അച്ഛൻ ജീവിക്കുക. അത്ര മനോഹരമാണ് ടെന്നി അച്ഛൻ്റെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും. പുതിയ സ്ഥലത്ത് എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ടെന്നി അച്ഛൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരിക്കട്ടെ. നന്ദി. A priest with the motto broken to be shared, an efficient principle with a zeal to enlighten others, an uplifter of Kurar village, a compassionate shepherd, a missionary with a vision, a friend for all the ages of life, a good brother for us sisters. Dear Tenny Acha, we love you, we miss you a lot. We thank you from the bottom of our hearts. ബഹുമാനപ്പെട്ട ടെന്നി അച്ഛ, അച്ഛൻ്റെ 22 വർഷത്തെ മലാഡ് ഇടവകയ്ക്ക് വേണ്ടിയുള്ള സേവനം തികച്ചും പ്രശംസനീയമാണ്. വികാരിയച്ഛൻ എന്ന നിലയിൽ എല്ലാ സംഘടനകളെയും വളർത്തിക്കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ആത്മീയത നഷ്ടപ്പെടാതെയുള്ള അച്ഛൻ്റെ കുർബാനകളും പ്രസംഗങ്ങളും ശ്രദ്ധേയമാണ്.
ഗുരുവായ പോളച്ചൻ്റെ റെക്കോർഡ് തകർത്ത് 22 വർഷം അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്കും അച്ഛനും ഒരുപോലെ അഭിമാനിക്കാവുന്നതാണ്. അച്ഛൻ പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും അച്ഛൻ തിളങ്ങി നിന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി പോകുന്ന സ്ഥലത്തും അച്ഛന് നന്നായി പ്രവർത്തിക്കുവാൻ വേണ്ട ആത്മീയതയും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നല്ലവനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആൾ ദ ബെസ്റ്റ് അച്ഛ. ജീവിതത്തിൻ്റെ നല്ലൊരു സമയം നമ്മോടൊത്ത് ചെലവഴിക്കുകയും 9 വർഷത്തോളം കൊച്ചച്ഛനായും 4 വർഷം വികാരി അച്ഛനായും സെന്റ് മേരീസ് ഇടവകയെ ആത്മീയമായി മുന്നോട്ട് നയിച്ച ടെന്നി അച്ഛൻ ഇവിടെ നിന്നും മാറിപ്പോകുന്നതിൽ അതിയായ വിഷമമുണ്ട്. തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലും ഇടവജനത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയും എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകി ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ടെന്നി അച്ഛൻ ഇടവക സമൂഹത്തിൻ്റെ പേരിലും ട്രസ്റ്റിമാരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലായ്പ്പോഴും 26 വയസ്സിന്റെ ചുറുചുറുക്കോടെ സെന്റ് മേരീസ് എന്ന ഈ കൊച്ചിടവകയെ കെട്ടുറപ്പുള്ള ഇടവക ആക്കിയതിൽ അച്ഛന്റെ പങ്ക് ഒരിക്കലും വിസ്മരിക്കപ്പെടുകയുമില്ല. പുതിയ സ്ഥലത്ത് അച്ഛൻ ഏറ്റെടുക്കുവാൻ പോകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവജനത്തിനും തിരുസഭയ്ക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അച്ഛൻ ഉണ്ടാകും. അച്ഛന്റെ പ്രാർത്ഥനയിൽ ഈ ഇടവക സമൂഹത്തെയും ഓർക്കണമേ. ഓൾ ദി ബെസ്റ്റ് അച്ഛ. Hi Tenny Acha. Well, this is a truly emotional moment, not only for me but for the entire parish. I have always taken whatever opportunity I have got to speak about you, because you have done so much for me personally and for everyone, right from our catechism, then youth, now young couples, and now Pitravedi. I think we, especially my seniors, can take the leverage of saying that we are the favorite lot amongst the entire parish, for which you have a special place in your heart. And the only reason because this is possible is because you have helped us transform spiritually and socially right from the time you came here, which helped us young gun not only to lead in parish but in life. And you can be super happy and satisfied to see us all do so good. Now when I speak representing Pitravedi, I never thought that it would be for your farewell. ഞാൻ വിചാരിച്ചു അച്ഛൻ മലാഡ് വിട്ട് എങ്ങോട്ടും പോകില്ല. അച്ഛൻ ഇവിടെ നമ്മുടെ ബ്രദറായി, നമ്മുടെ കുട്ടികളുടെ അപ്പനായി, അവരുടെ കുട്ടികളുടെ അപ്പാപ്പനായി ഇവിടെ തന്നെ ഈ മലാഡ് ഇടവകയിൽ ഒരു കാർന്നവരായിരിക്കും. ബട്ട് ഗോഡ് ഹാസ് ഡിഫറെൻറ്റ് പ്ലാൻസ് ആൻഡ് മേ ദിസ് ചേഞ്ച് വിൽ ബി ഫോർ യുവർ for the better of your spiritual growth. I pray to God that whenever you go, I pray to God that wherever you go and whatever you touch turns into gold. Thank you, brother, for being there always for everyone. You will be staying in our hearts always, and all the best. നമ്മുടെ ടെന്നിച്ചൻ വൈദിക പഠനത്തിനായി വന്ന് പോൾ കടിച്ചിനി അച്ഛൻ്റെ ഒരു മകനായി, നമ്മളൊരു ബ്രദറായി വൈദിക പട്ടം സ്വീകരിച്ചു. സ്കൂളിൻ്റെയും ദേവാലയത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമതയോടെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നോക്കി നടന്നു. അങ്ങനെ നമ്മുടെ ദേവാലയത്തിന്റെ ഇടവക വികാരിയായി സ്നേഹത്തിലും ഐക്യത്തിലും നല്ല ആശയങ്ങൾ പങ്കുവച്ച് ഇടവകയെ നയിച്ചു. എല്ലാ അമ്മമാരുടെയും അനിയനായും മകനായും സ്നേഹം പങ്കുവച്ചു. മാതൃസംഘത്തിന്റെ എല്ലാ വളർച്ചയിലും നെടും തൂണായി നിന്ന് ഞങ്ങളെ ആത്മീയമായ വളർച്ചയും കലാപരമായ വളർച്ചയും പുറം ലോകം കാണത്തക്ക വിധത്തിൽ ഞങ്ങൾ വളർത്തിയ അച്ഛന് ഈ നിമിഷം നന്ദി പറയുന്നു. ഓരോ അമ്മമാരുടെയും വിഷമങ്ങൾ അച്ഛനോട് തുറന്നു പറയുമ്പോൾ അച്ഛൻ നല്ലൊരു ഗൈഡൻസ് തന്ന് ഞങ്ങളെ സഹായിച്ചിരുന്നു. അച്ഛൻ്റെ ഭാവി ജീവിതത്തിലെ ആ പ്രവർത്തനങ്ങളും വിജയപ്രദമാകുവാനും ആരോഗ്യവും ആയുസ്സും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. Time flies so fast. I would like to thank Lord Almighty for giving us such a wonderful shepherd who led this St. Mary's parish this many years. You were just not like a parish priest for us. You were like a father, a brother, and a mentor. അച്ഛൻ ഇല്ലെങ്കിൽ വളരെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഞങ്ങളൊക്കെ വളരെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഏത് സമയത്തും അച്ഛൻ എപ്പോൾ വിളിച്ചാലും അച്ഛൻ എന്ത് പേഴ്സണൽ ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അച്ഛൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് അതിൻ്റെ റിപ്ലൈ തന്ന് അതിനെ എന്താണ് ചെയ്യേണ്ടത്
എന്താണ് ഇനി ചെയ്യാൻ്റെ ആവശ്യം, അതൊക്കെ പറഞ്ഞു തരുന്ന അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. I wish all the success in your future endeavors on behalf of young couples. Thank you, Acha. Thank you so much. നമ്മുടെ ഇടവകയിലെ 22 വർഷം മുമ്പ് വൈദിക പഠനത്തിനായി വന്ന ബ്രദറായി, കൊച്ചച്ഛനായി, ഇടവക വികാരിയായി നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നോക്കി നടത്തി. ഞായറാഴ്ച കുർബാനയിലെ പ്രസംഗം എല്ലാ മക്കളുടെയും ജീവിതത്തെ ഉയർത്തുന്നതായിരുന്നു. അച്ഛൻ ധ്യാന പ്രസംഗം മറ്റുള്ള ദേവാലയത്തിലായാലും നമ്മുടെ ദേവാലയത്തിലായിരുന്നാലും വൻ വിജയമാണെന്നാണ് പൊതു അഭിപ്രായം. അച്ഛന് ഒരു ധ്യാന ഗുരു ആകാനുള്ള എല്ലാ കഴിവും ദൈവം നൽകിയിട്ടുണ്ട്. ദേവാലയത്തിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ വളർച്ചയ്ക്ക് അച്ഛൻ സഹായിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു വരുന്ന കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അച്ഛനും കൂടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദേവാലയം പണിയുന്നതിൽ നല്ലൊരു ഉപദേശകനും ഊർജം തരുന്ന പ്രവർത്തനവുമായിരുന്നു അച്ഛൻ സഹായിച്ചിരുന്നത്. എല്ലാ പാരീഷ് മീറ്റിങ്ങുകളിലും നല്ല ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും നയിച്ചിരുന്നു. അച്ഛൻ്റെ ഭാവി ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉയരങ്ങളിലെത്തുവാനും ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. Acha, you have always gone an extra mile to help the catechism department with whatever they needed, and it surely made a difference. You have been a perfect example of God's love and reflected Jesus in each task you took up. Acha, we all know that you will be with us forever. Wishing you all the health and happiness in future. Words fall short when it comes to share the hard work and contribution that Reverend Father Denny has done for the formation of each and every individual of this parish. When it comes to Maladi Choir, he has been very supportive and encouraging, with a very heavy heart and gratitude towards all his effort and love that he has contributed for the formation of this parish. I wish him all the very best from all our choir members. All the best and love, Reverend Father Denny. Thank you. Time really flew fast. Your journey that you started here, from being a young brother to your priesthood, later to our own parish priest, seems all like yesterday. Being an elderly father to the children, a son to all mothers and fathers, a brother and a friend to all the youth, you guided and strengthened each one of us. To the youth, we were like the one in the left in the middle of sea, actually not knowing in which direction to flow. So God saw us and sent a messenger in the form of you. You enlightened and guided us to reach the shore in the right direction and implanted the seeds of faith in us. To all the youth up till today, to all the youth that will come up, you will always remain the iconic hero for us. After all these years, when you're bidding us by, it really aches our heart and mind. In your this voyage, we pray to God to give you the physical and spiritual strength to your forward journey of life. Being a good shepherd, you led all of us with great determination and humbleness. We youth, thank you for everything, for raising us, holding us, energizing us, correcting us, giving responsibilities and encouraging us to make us what we are today. A big thank you, our beloved Achan. Wherever you may go, you will be always in our hearts. Thank you, Acha.